ആലപ്പുഴയിൽ അപൂർവ വൈകല്യങ്ങളോട് ജനിച്ച കുഞ്ഞിൻ്റെ നില അതീവ ഗുരുതരം. കുഞ്ഞിനെ വെന്റിലേറ്ററിലേക്ക് മാറ്റിയെന്ന് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതർ. കുഞ്ഞിന് വൈകല്യം സംഭവിച്ചത് ഡോക്ടർമാരുടെ ചികിത്സാ പിഴവ് മൂലമെന്ന് ആരോപിച്ച് കുടുംബം നേരത്തെ തന്നെ രംഗത്ത് വന്നിരുന്നു. വിവരങ്ങളുമായി നിഷ ദിലീപ് ചേരുന്നു. നിഷ, ഏറെ വൈകല്യങ്ങളോടെ ജനിച്ച കുഞ്ഞ് അത് ഇപ്പോൾ അതിൻ്റെ നില അതീവ ഗുരുതരമാണ്. കുഞ്ഞിനെ വെന്റിലേറ്ററിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്ന് മെഡിക്കൽ കോളേജ് അധികൃതരും സ്ഥിരീകരിക്കുന്നുണ്ട്. കുഞ്ഞിന് വൈകല്യം സംഭവിച്ചത് ഡോക്ടർമാരുടെ ചികിത്സാ പിഴവ് മൂലമെന്ന് നേരത്തെ കുടുംബം ആരോപിച്ചിരുന്നു. പക്ഷേ ഈ ആരോപണം നിലനിന്നുവെങ്കിലും അതിന്മേൽ തുടർ നടപടിയൊന്നും ആയില്ല. കുഞ്ഞിൻ്റെ ആരോഗ്യനില ഇപ്പോൾ ഏറെ വഷളായി തുടരുന്നു എന്നുള്ള വാർത്തയും വരുന്നുണ്ടല്ലോ. നിഷ ദിലീപ്. വിനോദ്, ഇന്ന് രാവിലെയാണ് ഈ കുഞ്ഞിനെ ചലിക്കാൻ കഴിയാത്ത നിലയിൽ, അതായത് കൈയും കാലും ഒന്നും ചലിപ്പിക്കാത്ത നിലയിൽ ഇന്ന് രാവിലെയാണ് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കുഞ്ഞിന്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ് എന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുള്ളത്. കുഞ്ഞിനെ വെന്റിലേറ്ററിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് കുഞ്ഞിപ്പോഴുള്ളത് എന്നാണ് ആശുപത്രിയിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. ഈ കുഞ്ഞിന് 2 മാസവും ഏതാണ്ട് 7 ദിവസവുമാണ്, 2 മാസവും ഒരാഴ്ചയുമാണ് പ്രായം. ഈ കുഞ്ഞ് ജനിച്ച സമയം മുതൽ തന്നെ ഒരുപാട് വൈകല്യങ്ങളോടുകൂടിയാണ് ജനിച്ചത്. കുഞ്ഞിന് വൈകല്യങ്ങൾ ഉണ്ടാവാൻ കാരണം തന്നെ ആശുപത്രി അധികൃതരുടെ, പ്രത്യേകിച്ച് 2 ഡോക്ടർമാരുടെ പേര് പറയുന്നുണ്ട്, 2 ലാബുകാരുടെ പേരും കുടുംബം പറയുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ കുടുംബം ആരോപിച്ചതിന് തൊട്ട് പിന്നാലെ കുഞ്ഞിന്റെ ചികിത്സ സൗജന്യമാക്കുമെന്ന് സർക്കാർ അറിയിച്ചിരുന്നു. പക്ഷെ അതിലൊന്നും നടപടിയാവാത്ത സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ അദാലത്ത് ഉണ്ടായിരുന്നു. അദാലത്തിൽ കുഞ്ഞിന്റെ അമ്മ കുഞ്ഞുമായി പോയി മന്ത്രിയിൽ നിന്നും ഉറപ്പ് വാങ്ങിയിരുന്നു. പക്ഷെ എന്നാലും കുടുംബം ആരോപിക്കുന്നത് കുഞ്ഞിന് പ്രോപ്പറായ രീതിയിലുള്ള ചികിത്സ ഇതുവരെ നൽകാൻ തുടങ്ങിയിട്ടില്ല എന്നാണ്. കുഞ്ഞിനെ ഇടയ്ക്കല്ല, മിക്കവാറും എല്ലാ ദിവസവും ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യമുണ്ട്. ശ്വാസതടസ്സവും ഒപ്പം തന്നെ കുഞ്ഞിനെ ഫീഡ് ചെയ്യാൻ കഴിയുന്നില്ല. അതൊക്കെയാണ് ഈ കുഞ്ഞിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞിനെ അടിക്കടി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. ആശുപത്രിയിൽ കൊണ്ടുപോയാൽ ഒരുപാട് സമയം കാത്തുനിന്ന് പരിശോധനകൾ നടത്തേണ്ടതായിട്ടുണ്ട്. അങ്ങനെയൊക്കെ ആരോപിച്ച് കുടുംബം ഇടയ്ക്കിടെ കുടുംബ മാധ്യമങ്ങളെ കാണാറുണ്ട്, കുഞ്ഞിന്റെ ആരോഗ്യനിലയെ സംബന്ധിച്ച് പറയാറുണ്ട്. എന്തായാലും അതീവ ഗുരുതരാവസ്ഥയിലാണ് ഈ കുഞ്ഞ് ഇപ്പോഴുള്ളത്. ഇന്നലെ മുതൽ തന്നെ കുഞ്ഞിന് കൈയും കാലും ഒക്കെ ഒന്നും ചലിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇന്ന് രാവിലെ ഇവർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപ്പോഴേക്കും കുഞ്ഞിന്റെ നില വളരെ ഗുരുതരാവസ്ഥയിലേക്ക് ആയി കഴിഞ്ഞിരുന്നു. തുടർന്നാണ് കുഞ്ഞിനെ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. അതീവ ഗുരുതരമായി തന്നെയാണ് ഈ കുഞ്ഞിന്റെ ആരോഗ്യനില തുടരുന്നതെന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുള്ളത്. നിഷ, അതേപോലെ തന്നെ ഈ ഡോക്ടർമാർക്കെതിരെ കുഞ്ഞിനെ നേരത്തെ, അല്ലെങ്കിൽ ഇത് കൃത്യമായി ചികിത്സാ പിഴവ് മൂലമാണ് ഇത്തരത്തിൽ ഒരു സാഹചര്യം രൂപപ്പെട്ടത്, ഈ കുഞ്ഞ് ജനിക്കാനിടയായത് തുടങ്ങിയ കാര്യങ്ങൾ ആരോപിച്ച് ഈ കുടുംബം ഡോക്ടർമാർക്കെതിരെയൊക്കെ പരാതി നൽകിയിരുന്നു. അതിന്മേൽ ഉള്ള നടപടികൾ, തുടർ നടപടികൾ ഏത് ഘട്ടത്തിലാണ്? അത് പറയാൻ കഴിയുമോ നിഷ ദിലീപ്? ചികിത്സാ പിഴവിനെ തുടർന്നാണ് കുഞ്ഞിന് ഇത്തരത്തിൽ അപൂർവ വൈകല്യങ്ങൾ ഉണ്ടായത് എന്ന് കാട്ടി ആദ്യം കുടുംബം പരാതി നൽകിയത് ആലപ്പുഴ ഡിവൈഎസ്പിക്കാണ്. പോലീസ് ഈ കേസ് അന്വേഷിക്കുന്നുണ്ട്. ചികിത്സാ രേഖകളൊക്കെ ഈ WNCയിലാണ് ഈ കുഞ്ഞിന്റെ അമ്മയ്ക്ക് ട്രീറ്റ്മെന്റ് നടത്തിയിരുന്നത്. പ്രസവവും അവിടെയായിരുന്നു. ആ ആശുപത്രി അധികൃതരിൽ നിന്നും കുഞ്ഞിന്റെ ട്രീറ്റ്മെന്റ് സംബന്ധിച്ച രേഖകളൊക്കെ പോലീസ് തേടിയിരുന്നു. പക്ഷെ വളരെ കുറച്ച് രേഖകൾ മാത്രമേ ആശുപത്രി അധികൃതർക്ക് ഈ അന്വേഷണ സംഘത്തിന് മുന്നിൽ നൽകാൻ കഴിഞ്ഞിട്ടുള്ളൂ. പക്ഷെ എന്തായാലും കുഞ്ഞിന് വൈകല്യം ഉണ്ടായത് കൃത്യമായി ഈ സ്കാൻ ചെയ്ത സമയത്തൊക്കെ തന്നെ കുഞ്ഞിന്റെ ആരോഗ്യനില, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് കുഞ്ഞിന്റെ ആ ഒരു പൊസിഷൻ ഉള്ള കാര്യങ്ങളൊന്നും തന്നെ ലാബ് അധികൃതർ പറഞ്ഞില്ല എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. പക്ഷെ അതിനെയൊക്കെ പ്രതിരോധിച്ചുകൊണ്ട് ലാബ് അധികൃതരും രംഗത്തെത്തിയിരുന്നു. അതിനുശേഷം കുഞ്ഞിന്റെ ആരോഗ്യനിലയും ഒപ്പം തന്നെ ആശുപത്രിയിലും ലാബിലും ഒക്കെ ഏതെങ്കിലും രീതിയിലുള്ള ചികിത്സാ പിഴവുകളൊക്കെ സംഭവിച്ചിട്ടുണ്ടോ എന്നറിയാനായി വിദഗ്ധ സംഘത്തെയും അയച്ചിരുന്നു. പക്ഷെ ഇപ്പൊ നിലവിൽ കുടുംബം ആരോപിക്കുന്ന ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് വിദഗ്ധ സംഘത്തിന്റെ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല, അല്ലെങ്കിൽ ആ കാര്യമൊന്നും കുടുംബത്തെ അറിയിച്ചിട്ടില്ല. സമർപ്പിച്ച വിദഗ്ധ സംഘം കുഞ്ഞിന്റെ ആരോഗ്യനില സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചെങ്കിൽ അതിൻ പ്രകാരമുള്ള ചികിത്സകളൊന്നും കുഞ്ഞിന് തുടങ്ങിയിട്ടില്ല. ഈ കാര്യങ്ങളൊക്കെ ആയിരുന്നു കുടുംബം ആരോപിച്ചിരുന്നത്. അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം പോലും ഈ കുഞ്ഞിന്റെ പിതാവ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. കുഞ്ഞിന് കൃത്യമായ ചികിത്സ ലഭ്യമാക്കാൻ തുടങ്ങിയിട്ടില്ല, ശ്വാസം മുട്ടലുണ്ട്, അതാണ് ഏറ്റവും കൂടുതൽ അലട്ടുന്നത്. ആ രീതിയിൽ കുഞ്ഞിന് ഒട്ടും സുഖമല്ലാത്ത രീതിയിലാണ് ഈ കുഞ്ഞുമായിട്ട് മുന്നോട്ട് പോകുന്നത് എന്നാണ് കുടുംബം പറയുന്നത്. എന്തായാലും ഇതിനിടയിൽ പലതവണ കുഞ്ഞിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു, ഡിസ്ചാർജ് വാങ്ങിയിരുന്നു. പക്ഷെ ഇന്നലെ വീണ്ടും കുഞ്ഞിന് അസുഖമുണ്ടാവുകയും കുഞ്ഞിനെ ചലിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് പോവുകയൊക്കെ ചെയ്തിരുന്നു. തുടർന്നാണ് ഇന്ന് രാവിലെ ഈ കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും വെന്റിലേറ്ററിലേക്ക് മാറ്റുകയും ചെയ്തിരിക്കുന്നത്. വിനോദ്.
ആലപ്പുഴയിൽ അപൂർവ വൈകല്യങ്ങളോട് ജനിച്ച കുഞ്ഞിൻ്റെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. കുഞ്ഞിനെ വെന്റിലേറ്ററിലേക്ക് മാറ്റിയെന്ന് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതർ പറയുന്നു. കുഞ്ഞിന് വൈകല്യം സംഭവിച്ചത് ഡോക്ടർമാരുടെ ചികിത്സാ പിഴവ് മൂലമെന്ന് ആരോപിച്ച് കുടുംബം നേരത്തെ തന്നെ രംഗത്ത് വന്നിരുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു ആലപ്പുഴയിൽ നിന്നും നിഷ ദിലീപ്.